US ഫെഡിന്റെ കമന്ററി ഹോക്കിഷ് ആയതിനെ തുടർന്ന് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും കഴിഞ്ഞ ഒരാഴ്ചയുമായി സെല്ലിംഗ് പ്രഷർ ഇന്ത്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും പ്രകടമാണ്. വീക്കിലി ബേസിസിൽ നിഫ്റ്റി 4%, കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇൻഡെക്സ് 1.49% ഇടിഞ്ഞ് 23,587 ക്ലോസിംഗ് നൽകി. FIS ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലറായി തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മാത്രം 15,828 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ 3,587 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 1,374 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് അൾട്രാടെക് സിമെൻറ്റ്. അൾട്രാടെക് സിമെൻറ്റിന് ഇന്ത്യ സിമെൻറ്റിനെ അക്വയർ ചെയ്യുന്നതിന് വേണ്ടി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. 3,984 കോടി രൂപയ്ക്കാണ് അക്വിസിഷൻ നടക്കുക. വേദാന്ത എന്ന സ്റ്റോക്കിനെ ഡിവിഡൻഡ് ഇഷ്യൂ പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ കമ്പനി അതിൻ്റെ ഡീമർജർ പ്ലാനിലും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വേദാന്തയുടെ കോർ ബിസിനസ്സായ മെറ്റൽ മൈനിങ് ബിസിനസ്സിനെ ഡീമർജ് ചെയ്യാൻ കമ്പനി ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് കമ്പനിയുടെ തന്നെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള മറ്റ് ചില ബിസിനസ്സുകളെയാണ് ഡീമർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡീമർജർ പ്ലാനിൽ വന്ന അമെൻമെൻറ്റിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ വേദാന്ത എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. IDBI ബാങ്ക് ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് ഇഷ്യൂ ചെയ്ത് 10,000 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ഡിസംബർ 31 വിളിപ്പിച്ചിട്ടുണ്ട്. പിരാമൽ എൻ്റർപ്രൈസസ് എന്ന കമ്പനി നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് 2,000 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഒഡീഷയിൽ ഒരു യാൺ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 657 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേക്കും. AGI ഗ്രീൻ പാക്ക് എന്ന കമ്പനി ഇക്വിറ്റി ലിങ്ക്ഡ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്ത് 1,500 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്തേക്കും. പോണ്ടി ഓക്സൈഡിൻ്റെ QIP ആരംഭിച്ചു കഴിഞ്ഞു. ഈ QIPയിൽ 4.75% ഡിസ്കൗണ്ടോടുകൂടിയാണ് ഷെയറുകൾ വിൽക്കുന്നത്. 902 രൂപയുടെ ഷെയറുകൾ 860 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ വിൽക്കപ്പെടും. UPL എന്ന കമ്പനി റൈറ്റ് ഇഷ്യൂ വഴി 3,376 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേസോൾസ് ഇന്ത്യ എന്ന കമ്പനി സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1:2 എന്ന റേഷ്യോയിലാണ് കമ്പനി അതിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചത്. ഫോർട്ടിസ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് എന്ന കമ്പനി ആഗിലസ് ഡയഗ്നോസ്റ്റിക്സ് എന്ന കമ്പനിയുടെ 7.61% സ്റ്റേക്കുകൾ 429 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്യാൻ തീരുമാനിച്ചു. SRM കോൺട്രാക്ടേഴ്സ് എന്ന കമ്പനിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും 105 കോടി രൂപയുടെ ഒരു വർക്ക് ഓർഡർ ലഭിച്ചു. അതുകൊണ്ട് SRM കോൺട്രാക്ടേഴ്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇന്റർ ആർക്ക് ബിൽഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ബിസിനസ് എക്സ്പാൻഷൻ പ്ലാൻ പുറത്തു വന്നിട്ടുണ്ട്. 2026 ഫിനാൻഷ്യൽ ഇയറിൽ നോർത്ത് ഇന്ത്യയിൽ 50% വളർച്ചയാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. കൂടാതെ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള റവന്യൂ 30% ഉയർത്താനും കമ്പനി തീരുമാനിച്ചു. ലൗറസ് ലാബ് എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ ലൗറസ് ബയോയിൽ ലൗറസ് ലാബ് 120 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. റെഡ് ടേപ്പ് എന്ന കമ്പനി ഡിവിഡൻഡ്, ബോണസ് തുടങ്ങിയവയുടെ പ്രഖ്യാപനത്തിനു വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ഡിസംബർ 26 വിളിപ്പിച്ചിട്ടുണ്ട്. ടീം ലീസ് സർവീസ് ലിമിറ്റഡ് എന്ന കമ്പനി TSR, ഡാരാഷോ, ക്രിസ്റ്റൽ HR തുടങ്ങിയ കമ്പനികളുടെ സ്റ്റേക്ക് അക്വയർ ചെയ്തു. യുണൈറ്റഡ് ഡ്രില്ലിങ്സ് എന്ന കമ്പനിക്ക് ONGCയുടെ സൈഡിൽ നിന്നും ഓഡി കാസ്റ്റിംഗ് പൈപ്പും മൾട്ടിസ്റ്റാർട്ട് കണക്ടേഴ്സും സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 5.25 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യുണൈറ്റഡ് ഡ്രില്ലിംഗ് ടൂൾസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാം. സുവീൻ ഫാർമസ്യൂട്ടിക്കൽ US ബേസ്ഡ് ഡ്രഗ് മേക്കർ കമ്പനിയായ NJ ബയോ കോർപ്പറേഷൻ്റെ 86% സ്റ്റേക്കുകൾ $64.4 മില്യൺ അക്വയർ ചെയ്തു. JM ഫോൾഡർ എന്ന കമ്പനി പോളണ്ടിൽ ഒരു മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ജർമ്മൻ സബ്സിഡറിയുമായി ചേർന്ന് ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.